ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും ഒന്ന് നേരിൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലൈലമ്മ എന്നാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാം. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില ചേഞ്ചസ് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ടാരോട്ട് റീഡിംഗ്, അതായത് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി, വിളിക്കേണ്ട. പേഴ്സണൽ റീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ചില ചേഞ്ചസ് വരുന്നു. അതെന്താണെന്ന് നോക്കാം. നമുക്ക് കാർഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാർഡുകൾ നോക്കാം. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, 6 കപ്പ് വന്നിട്ടുണ്ട്, 4 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്, 2 കപ്പ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് വാണ്ട്, സ്റ്റാർ, 7 ഓഫ് പെന്റക്കിൾസ്, 9 ഓഫ് കപ്പ്. അപ്പൊ ഇത്രയും കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതായത് ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നു. പുതുതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്നു. അതായത് ഇതുവരെയുള്ള ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെ ഇതുവരെയുള്ള ജോലിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാകാം. പുതിയൊരു ജോലി നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു ജോലി ഉടനെ ലഭിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്കായിട്ടുള്ള ഒരു മെസ്സേജസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ യാത്ര, അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നെങ്കിൽ വിദേശത്ത് ജോലിയുടെ ഓഫർ ലെറ്റർ ഒക്കെ വരാൻ നിങ്ങളിപ്പോ ഇവിടെ കാത്തിരിക്കുക, വിദേശത്ത് നിന്ന് വരാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് വെച്ചോ. എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അത് ലഭിക്കുക. അതിനുള്ള മെസ്സേജസ്, ഗുഡ് മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഓഫർ ലെറ്റർ ഒക്കെ വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. വിസ വരാൻ കാത്തിരിക്കുന്നുണ്ട്, വിസ വരുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശത്ത് ജോലി ഇല്ലാതെ നിങ്ങളുടെ ജീവിതം സ്റ്റക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അതിൽ നിങ്ങൾക്ക് സാലറി കുറവാണ്, ആ ജോലിയിൽ നിങ്ങൾ തൃപ്തരല്ല, കുറച്ചുകൂടെ നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചുകൂടെ സാമ്പത്തികം, കുറച്ചുകൂടെ സാലറി ഉള്ള ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. കുറച്ചുകൂടെ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം, അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇപ്പം പലർക്കും പല കാര്യങ്ങളും സ്റ്റക്ക് ആണെന്ന് കാണിക്കുന്നുണ്ട്. ചിലർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട്. ചിലരുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്, സ്റ്റക്ക് ആണെന്ന് കാണിക്കുന്നുണ്ട്. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അതിനൊരു മൂവ്മെന്റ് ഉണ്ടാകും, ഒരു പുതിയ തുടക്കം വരും. അതായത് സ്റ്റക്കായി നിൽക്കുന്നത് എന്തെങ്കിലും പുതിയതായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി നല്ലതായിട്ട്, ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും വരണം. അത് സണ്ണാണ് വന്നിരിക്കുന്നത് ഫുൾ കാർഡിൽ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ലതാക്കി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് വിചാരിച്ചാൽ മതി നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു നോ കോണ്ടാക്ട് ലെവലാണ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഫർമേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി കോണ്ടാക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും എന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാനും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മാരേജ് വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. ഒരുപക്ഷെ നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ വിദേശത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മാരേജ് കാണുന്നുണ്ട്, പലർക്കും മാരേജ് കാണുന്നുണ്ട്. ആർക്കൊക്കെ മാരേജ് നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ പ്രപ്പോസല് നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പുതിയ ലവ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചേരേണ്ട യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള മാരേജ് അല്ലെങ്കിൽ ലവ് നിങ്ങൾക്ക് ഉടനെ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരുപാട് മാസങ്ങളായി വർഷങ്ങളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഇല്ല, ഇനി അത് തിരികെ വരുമോ
എന്നുള്ള ഒരു വിഷമത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി വരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരെ റിയൽ ലവ് ആണ്. നിങ്ങൾ മാരേജ് കഴിക്കുക തന്നെ ചെയ്യാം. മാരേജ് ഉണ്ട്, നിങ്ങൾ ആ വ്യക്തിയായിട്ട് മാരേജ് ഉണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരാതെ ഇപ്പം കോണ്ടാക്റ്റിലായിരിക്കും, ഒരുപക്ഷെ നല്ല ജോലി ഇല്ലാഞ്ഞിട്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട്. അവരുടെ ലൈഫ് മൊത്തത്തിൽ എന്തോ ഒരു സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക രംഗം സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും തന്നെയാണ് കാണിക്കുന്നത്. അധികം താമസിയാതെ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെ ഫോൺ കോൾ വരും എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ലവറിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാൻ പോകുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്റ്റാർ പദവി തന്നെയാണ്. അതായത് എത്രത്തോളം നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്രയും പ്രാധാന്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഒരു സ്റ്റാർ ആയിട്ട് നിങ്ങളില്ലെങ്കിൽ അവർക്ക് ലൈഫിൽ ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അവരുടെ ലൈഫ് ശൂന്യമാണ്. അവർക്ക് ലൈഫിൽ ഒരു എന്താ പറയുക, ലൈഫിൽ സക്സസ് ഇല്ല, അവരുടെ ലൈഫിൽ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇല്ല. നിങ്ങളില്ലെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് ആവില്ല, ഇൻകംപ്ലീറ്റ് ആണ്. നിങ്ങളുണ്ടെങ്കിൽ അവരുടെ ലൈഫ് പൂർണ്ണമാകുകയുള്ളൂ. അത്രയും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷെ ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കോണ്ടാക്ട് സ്റ്റക്ക് ആയിരിക്കാം, കോണ്ടാക്റ്റിൽ അല്ലായിരിക്കാം. ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നോ കോണ്ടാക്ട് ആയിരിക്കാം, നിങ്ങൾ പിണങ്ങി മാറി നിൽക്കുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് വേദനിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവാം, അല്ല അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്റ്റാർ പദവി തന്നെയാണ്. നിങ്ങളൊരു സ്റ്റാർ ആയിട്ട് തന്നെയാണ്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെ, ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അത് തിരികെ വരികയും ചെയ്യും. നിങ്ങൾക്ക് തമ്മിൽ മാരേജ് ഉണ്ട്, പക്ഷെ അതിനായിട്ട് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്നുണ്ട്, കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്. ചില കാരണങ്ങൾ നിങ്ങൾക്ക് പ്രതിബന്ധമായി, നിങ്ങൾക്കിടയിൽ തടസ്സമായി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ തടസ്സങ്ങളൊക്കെ യൂണിവേഴ്സായിട്ട് നീക്കും. നിങ്ങളുടെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള മാരേജ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അധികം താമസിച്ച് തമ്മിൽ കാണാൻ കഴിയുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു വ്യക്തി സാമ്പത്തികം എന്താ പറയാ, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആണ് ഇപ്പൊ അവരുടെ ലൈഫ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഓർക്കുന്നുണ്ട്. തീർച്ചയായും എന്താ പറയാ, ഒരു നല്ലൊരു ലെവലിൽ ആ ഒരു വ്യക്തി എത്തുമെന്നാണ് പറയുന്നത്. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ പലരും കാത്തിരിക്കും, ഒരുപാട് കാത്തിരിക്കുന്നവരാണ്. അതായത് നിങ്ങൾക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയില്ല, ഈ ഒരു വ്യക്തിക്കായിട്ട് കാത്തിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഒരു സമയമാകുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തിക്കും തന്നെയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. നിങ്ങൾക്ക് പണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പണം ലഭിക്കുന്ന കാണുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പണം ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലർ വളരെ അധികം പണം എന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും വഴിയിലൂടെ കുറച്ച് പണം ലഭിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പണം ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതിനുള്ള മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഏഞ്ചൽ തരുന്ന മെസ്സേജസ് നോക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പലർക്കും ആർക്കൊക്കെ അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ. ആർക്കിപ്പോ എല്ലാവർക്കും ആയിരിക്കണമെന്നില്ല, ആർക്കൊക്കെ അബണ്ടൻസ് കാണുന്നുണ്ട്. അബണ്ടൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം ലഭിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ പോസിറ്റീവ് ആയിരിക്കും പറയുന്നുണ്ട്, റിമെയിൻ പോസിറ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. പലരും വളരെയധികം നെഗറ്റീവ് എനർജിയിലാണ്, നിങ്ങളുടെ പോസിറ്റീവ് ആയിരിക്കും പറയുന്നുണ്ട് കേട്ടോ. പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കായിട്ടൊരു ഇൻഫർമേഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടി അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ജോലിക്കാരെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന്റെ ഒരു വിവരം അറിയാൻ ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ക്ലാരിറ്റി കിട്ടാനായിട്ട്, കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിയെ കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങൾ മാരേജിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് കൂടുതലായിട്ട് നിങ്ങളൊരു ഇൻഫർമേഷൻ കാത്തിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും
ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണം, എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, അതുപോലെ ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന ഒരു മെസ്സേജ് ആണ്, നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണേണ്ട നേരത്തെ നിങ്ങളുടെ മുന്നിലെത്തും, നിങ്ങളത് കാണുക. എന്തെങ്കിലും മെസ്സേജസ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.